ഹായ്, നമുക്കൊരു ഓട്ടട ഉണ്ടാക്കിയാൽ അരിപ്പൊടി കൊണ്ട് പിള്ളേർക്ക് 4 മണിയാകുമ്പോഴത്തേനും ഒരു പലഹാരമാകട്ടെ. അപ്പോൾ നമുക്കൊരു ഓട്ടട ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട ഞാൻ മാവ് കുഴച്ച് വെച്ചിരിക്കുകയാണ്. ചൂടുവെള്ളത്തിൽ അരിമാവാണ്, നമ്മുടെ ചെമ്പാവരി അരിയുടെ പൊടിയാണ്. പിന്നെ തേങ്ങയും ശർക്കരയും ഏലക്കയും കൂടെ ഇതാക്കിയതാണ്. നമുക്ക് ഇലയുണ്ട്. അപ്പോൾ നമുക്കിനി പരത്താം. അപ്പം നമുക്ക് ഒരു ഇല എടുത്തിട്ട് നമുക്ക് കുറച്ച് മാവെടുത്ത്, കുറച്ച് മാവ് ഇച്ചിരി ലൂസായിപ്പോയി, അപ്പം കുഴപ്പമില്ല, നമുക്കൊന്ന് പരത്തി പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പം നമുക്കിങ്ങനെ ഇലയപ്പം പോലെ എടുക്കാം. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ, എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യുമെന്നറിയാം, ഇങ്ങനെ മടക്കില്ല, ഞാനിങ്ങനെ റോൾ ചെയ്യുവാണ്. റോൾ ചെയ്ത് ഇതാ ഇങ്ങനെ, അപ്പം അങ്ങനെ ചെയ്തെടുക്കാം. അടുത്ത ഇങ്ങനെ പരത്തി നമുക്ക് ഇതുപോലെ റോൾ ചെയ്യും. ഇലയട എന്ന് പറയത്തില്ലയോ, ഇലയപ്പം, ഇലയട. ഇതാ ഓരോന്ന് തീക്കകത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അപ്പം നമുക്ക് ഇതിലെല്ലാം തേങ്ങ പരത്തിയിടാം. പാതെറുത്ത പോലെ കണ്ടോ. അപ്പോൾ അതങ്ങനെ. അടുത്തത് ഇതും പാതെറുക്കുന്ന പോലെ. ഓക്കെ, അപ്പം ഞാൻ എല്ലാം ഇഡ്ഡലി പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി വന്ന് ഇനി അപ്പം ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇനി അടച്ചു വെക്കാം. ഓക്കെ, എൻ്റെ ഓട്ടട ഞാൻ ഇലയടത്തി, അത് ഇനിയും ഇലയിൽ നടത്തി വരണം. ചൂടായതുകൊണ്ട് വലിയ പാടാണ് എടുക്കാൻ. അപ്പം നമുക്കതൊന്ന് നോക്കാം. മുറിഞ്ഞുമൊക്കെ പോയി. അടുത്ത് നോക്കി, നന്നായിട്ട് അത് വെന്ത് ഇതായിട്ടുണ്ട്. കണ്ട, ഇലയെന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കുന്ന പോലെയല്ല, നമ്മൾ ചുട്ടല്ലല്ലോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഇനി നമുക്കൊന്ന് അടത്തി ഒന്ന് തിന്ന് നോക്കാം. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്. നല്ല സൂപ്പർ ഓട്ടടയാണ്. നമ്മൾ കല്ല് ചുട്ടെടുക്കുന്ന ആ ഒരു ഇതുണ്ട്. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ പുഴുങ്ങിയെടുക്കുന്ന. അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ്നെസ്സാണ് ഇതിന്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കണ്ട് കൊതിക്കുക. ഓട്ടട കണ്ട് കൊതിക്കുക. ഓട്ടട, ഇലയപ്പം. ഇനി ഓട്ടടയെന്നല്ല, ഓട്ടട നമ്മൾ ചുട്ടെടുക്കും. ഇലയപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴുങ്ങിയെടുക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.